കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു അഴിമതി കൂടി പുറത്തേക്ക് വരികയാണ്. അതായത് KFC എന്ന് പറയുന്ന കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനം. ഈ സ്ഥാപനം പ്രത്യേക നിയമപ്രകാരമുള്ള ഒരു സ്ഥാപനമാണ്. കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് അനുസരിച്ച് വരുന്ന ഒരു സ്ഥാപനമാണ്. ഇതിൽ നിന്ന് ഒരുപാട് പേര് ലോൺ എടുക്കാറുണ്ട്, വ്യവസായികളൊക്കെ. ഇതിൽ നിന്ന് ലോൺ എടുത്ത് ആരും രക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം ഇത് ലോൺ എടുക്കും, ലോൺ എടുത്തു കഴിഞ്ഞാൽ വലിയ പീനൽ ഇൻട്രസ്റ്റ് ഒക്കെയാണ്. എന്തെങ്കിലും ഒരു അടവങ്ങാണം മുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരെ കുത്തുവാള എടുപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പറയാതിരിക്കുന്ന വെറുതെ ഇത് അന്വേഷിച്ചാൽ ഇതിന്റെ പുറകിലുള്ളത് മനസ്സിലാവും. വലിയ വലിയ കമ്പനികളും ഒക്കെ ഒരുപാട് പേര് മുങ്ങിപ്പോയിട്ടുണ്ട് ഇത് കാരണം. പിന്നെ ചിലപ്പോൾ നന്നായി കാണും. അത് നന്നായവരുടെ പേരുകളൊന്നും വെളി വരാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിഞ്ഞൂടാ. എന്റെ മുമ്പിൽ തന്നെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ ഇതിനകത്ത് പ്രശ്നമൊന്നുമല്ല. ഇതുപോലെ വല്ലവനെയൊക്കെ കൊള്ളയടിച്ച് ഒരുപാട് പണം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് KFC. ആ പണം എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഇറ്റ്സ് എ ഗവൺമെന്റ് കമ്പനി. ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ കമ്പനിയാണ് ഇത്. അപ്പൊ ഇതിൽ നിന്ന് വളരെ രസകരമായ ഒരു സംഭവം, അതായത് നമ്മൾ മനസ്സിലാക്കണം, ശ്രീ അനിൽ അംബാനിയുടെ നേതൃത്വത്തിൽ അനിൽ അംബാനിയുടെ വകയായിട്ട് രൂപീകരിച്ച ഒരു ലിമിറ്റഡ് കമ്പനി ഉണ്ട്. ഈ ലിമിറ്റഡ് കമ്പനി, അതായത് അതിന്റെ പേര് റിലയൻസ് ക്യാപിറ്റൽ ഫൈനാൻസ് ലിമിറ്റഡ്, അതായത് RCFL. ഈ RCFL എന്ന് പറയുന്ന കമ്പനി ഇത് മുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് ഈ നാട് മുഴുവനുള്ള ആളുകൾക്ക് അറിയാം. പക്ഷെ നമ്മുടെ ഗവൺമെന്റിന് അറിഞ്ഞൂടാ ഇത് മുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന്. ഇത് അന്ന് മുതലേ ഒന്നുമില്ല ഇതിനകത്ത്. കാരണം അതിന് 3 വർഷം പോലും അതിന് പ്രായമായില്ല. അതായത് അതിന്റെ ബാലൻസ് ഷീറ്റ് 3 വർഷത്തെ പോലും ആയിട്ടില്ല. അത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ഒരു തീരുമാനം എടുത്തു. ഈ KFC എന്ന് പറയുന്ന സ്ഥാപനം ഒരു തീരുമാനം എടുത്തു. അതറിയോ, 60.80 കോടി, അതായത് 60 കോടി 80 ലക്ഷം രൂപ അവിടെ അങ്ങ് നിക്ഷേപിക്കുകയാണ്. അതിനകത്ത് ആ കമ്പനിക്ക് ഒന്നുമില്ലാതെ കുത്തുവള എടുത്തിരിക്കുന്ന ഒരു കമ്പനി. ലിക്വിഡേഷന്റെ വക്കിലാണ് ആ സ്ഥലം, ആ സമയം. അതിന് ഇത് ഒന്നുമില്ലാതെ തന്നെ അങ്ങോട്ട് തീരുമാനം എടുത്തത് മാത്രമല്ല, ഇത് ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ അതിന്റെ ബോർഡ് യോഗം കൂടണം. KFCയുടെ ബോർഡ് കൂടണം. ഈ ബോർഡ് കൂടിയില്ല. ബോർഡ് കൂടിയേക്കുന്നത് ജൂണിലാണ്. പക്ഷെ ഈ പൈസ കൊടുത്തേക്കുന്ന ഏപ്രിലാണ് ഈ പണം. അപ്പൊ ഇനി ബോർഡ് തീരുമാനിച്ചാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ ബോർഡ് കൂടിയേക്കുന്നത് 2018 ഇതിന് ബോർഡ് കൂടിയത് അതായത് ജൂൺ മാസത്തിലാണ്, 2018 ജൂണില്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കുന്നത് 2018 ഏപ്രിൽ 16-നാണ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം ഇതിനകത്തെ കള്ളത്തരം. അതായത് അറിഞ്ഞുകൊണ്ടുള്ള അഴിമതിയാണ്. വലിയ തുക ഇതിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് കൊടുക്കുമ്പോൾ ഇത്രയും പണം ഇവർക്ക് വെറുതെ കൊടുക്കുക, തിരിച്ചൊരിക്കലും കിട്ടത്തില്ലെന്നറിയാം. പക്ഷെ അതിന് തിരിച്ചു കിട്ടി എത്രയെന്നറിയാമോ? തിരിച്ചു കിട്ടിയത് 7 കോടി രൂപ, 7 കോടി രൂപ, 7 കോടി 9 ലക്ഷം രൂപ കണ്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതാണ് കിട്ടിയത്. എന്നിട്ടിപ്പോ നമ്മുടെ മന്ത്രിമാർ, അതായത് നേരത്തെ ഉള്ള ശ്രീ തോമസ് ഐസക്കും ഇപ്പോഴത്തെ നമ്മ ബഹുമാന്യനായ ധനമന്ത്രി പറയുന്നത് എന്തെന്നറിയോ? നിയമപരമായി നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഇത് നിയമപരമായി നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും? ബോർഡ് കൂടി തീരുമാനിക്കാതെ KFCയുടെ ഇത്രയും പണം 60 കോടി 80 ലക്ഷം രൂപ എടുത്ത് ഒരിടത്ത് ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പണം പലിശയ്ക്ക് കൊടുക്കുക ചെയ്തേക്കുന്നേ. ഇത് ഇഷ്ടം പോലെ കിട്ടുമെന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഇപ്പൊ എന്താ പറയാ, ഇനിയിപ്പൊ പറയുന്നേ അതിന് കേസുണ്ടെന്ന് കേട്ടോ. കേസ് കൊടുത്തിട്ടുണ്ട്. ലിക്വിഡേഷൻ ആയി കഴിഞ്ഞ ഒരു കമ്പനി കേസ് കൊടുത്ത് ഇവന്മാർ എന്തോ വാങ്ങിക്കാനാണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് നമ്മുടെ നാട്, നമ്മുടെ ഗവൺമെന്റ് ഇതാണ്. ഒന്ന് തിരിച്ചറിയണം. ലിക്വിഡേഷൻ ആയി, അത് ലിക്വിഡേറ്റ് ചെയ്ത് പോയി ഒന്നുമില്ല. ഇപ്പൊ വൈൻഡിങ് അപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പൊ അനിൽ അംബാനിക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രോപ്പർട്ടി ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ കയറി ഇത് ഈടാക്കാൻ ഒക്കത്തില്ല. ഇത് കോടതി വിധി ഉണ്ടെങ്കിൽ ഇത് കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കാനേ കൊണ്ട് കയറി. കാരണം ആ കമ്പനി എന്ന് പറയുന്ന സാധനം ഇല്ല. ഇനി ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അത് ലിക്വിഡേഷനായി പോയി കഴിഞ്ഞു. ഈ കമ്പനിയിൽ നിന്ന് ഇനി ഒന്നും ഈടാക്കാൻ അതിലില്ല. പിന്നെ വേറെ എവിടുന്ന ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അനിൽ അംബാനിയുടെ സ്വത്തുക്കളോ അയാളുടെ ഭാര്യയുടെ വസ്തുക്കളോ ഒന്നും അറ്റാച്ച് ചെയ്യാനോ അതിൽ നിന്ന് ഈടാക്കാനോ മാർഗമില്ല. 5 പൈസ കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് പറയാണ്, ആദ്യം അവർ സെറ്റിൽമെന്റിന് വന്നിട്ട് 30% പറഞ്ഞു, ഞങ്ങൾ സമ്മതിച്ചില്ല. പിന്നെ 50% പറഞ്ഞു, സമ്മതിച്ചില്ല, കേസ് കൊടുക്കുന്നു. ഈ 50% ഇങ്ങനെ വാങ്ങിയിരുന്നെങ്കിൽ 30 കോടി രൂപ ഇതിലേക്ക് തിരിച്ചു കിട്ടിയല്ലേ. അത് വാങ്ങിച്ചില്ലെന്ന്. ഇത് കാരണം തലയിൽ എന്തെങ്കിലും വേണ്ടേ? ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഒരു സ്ഥാപനം, അത് വൈൻഡിങ് അപ്പായി. ആ ലയബിലിറ്റി ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ അനിൽ അംബാനിക്ക് എത്ര ഷെയർ ഉണ്ടോ ആ ഷെയറിന്റെ മാത്രമേ ഉള്ളൂ ലയബിലിറ്റി.
അയാൾക്ക് ഒന്നുമില്ല കേട്ടോ. ഉടുതുണിയും ഒക്കെ മാത്രമേ ഉള്ളൂ ഇനി, കാരണം ബാക്കി അയാൾ മുങ്ങിയിരിക്കുന്നതാണ്. അയാളുടെ ചേട്ടനുമായിട്ടുള്ള യാതൊരു ഇടപാടിലും അയാൾക്ക് വേറെ കാര്യമൊന്നുമില്ല. ഇത് ഈ രീതിയിലാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വലിയ അഴിമതി എന്നറിയോ? അതായത് ഇതിൽ നിന്നൊരു ഭാഗം നല്ല രീതിയിൽ വാങ്ങിയെടുത്തോണ്ടാണ് ഈ ചെയ്തേക്കുന്നത്. കാരണം 60 കോടി രൂപ വെറുതെ കൊടുക്കുകയാണ്. അപ്പൊ 60 കോടി 80 ലക്ഷം രൂപ കൊടുക്കുമ്പോ അതിൽ നിന്ന് ഒരു 10 കോടി രൂപ കിട്ടിയാൽ അത് മതിയല്ലോ. അത് വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിട്ടാണ് ഈ നാടിനെ വിൽക്കുന്നത്. ഇത് ചെയ്തേക്കാണ്. ഇത് തിരിച്ചറിയണം. ഇതിനകത്ത് വലിയ ഗൂഢാലോചനയുണ്ട്, വൻ അഴിമതിയുണ്ട്. അത് അപ്പൊ ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ ആരോപണങ്ങളായിട്ട് ഇങ്ങനെ പ്രതിപക്ഷമൊക്കെ പറയുന്നതല്ലാതെ ഇതിന് മുമ്പോട്ട് ഇറങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെതിരെ, ഇതിനകത്ത് ഇത് നടത്തിയതിനെതിരെ ഫൈനാൻഷ്യൽ കോർപ്പറേഷനെതിരെ ശരിയായ ഒരു വിജിലൻസ് അന്വേഷണം തന്നെ വേണം. ആ വിജിലൻസ് അന്വേഷണത്തിലൂടെ ഇതിന്റെ അഴിമതി കണ്ടുപിടിക്കണം. അഴിമതി കണ്ടുപിടിച്ച് അവർക്കെതിരെ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. അതാ ചെയ്യേണ്ടല്ല. അതല്ല ഈ മന്ത്രിമാര് പറയുന്ന മാതിരി ഇത് നിയമപരമായ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന്. ശരിയാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പറയാൻ നിയമപരമായ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു നിയമവും ഇല്ല. അവരെ ബാലൻസ് ഷീറ്റ് പോലും ആവുന്നതിന് മുമ്പാണ് ഈ കമ്പനി കൊണ്ട് ഈ പൈസ ഇട്ടത്. അതിന് മുമ്പ് തന്നെ പത്രങ്ങളിലെല്ലാം അടിച്ചു വന്നു ഇത് മുങ്ങിക്കൊണ്ട് തീർന്നു, ഇതൊന്നും ഇല്ലെന്ന്. എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഈ ചെയ്തു. എന്നിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് മാത്രം അറിഞ്ഞുകൊണ്ടാണ്, ബാക്കി എല്ലാവർക്കും അറിയാം ഈ രീതിയിൽ. എന്നിട്ട് മാത്രമല്ല, വേറൊരു ന്യായം കൂടെ പറയുന്നുണ്ട് ഇപ്പൊ ധനമന്ത്രി. ഈ KFC എന്ന് പറയുന്ന ഒരു സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്ഥാപനം. ശരിയാ, കമ്പനിയാ, ഇറ്റ്സ് എ കമ്പനി. അത് ഗവൺമെന്റ് കമ്പനിയാണ്. അതെന്താ അതും ഇണ്ടാത്തേ? അപ്പൊ ഗവൺമെന്റിന് ഇതിന് ഒരു കാര്യമില്ലെന്നാണോ ഇവർ പറയുന്നത്? ഇതിന്റെ ബോർഡിൽ ഒരു കാര്യവും ഗവൺമെന്റിന് ഇല്ലേ? ഇല്ലെന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? അതിന്റെ ബോർഡ് തീരുമാനം പോലും എടുക്കുന്നതിന് മുമ്പാണ്, ഒരു തീരുമാനം ഇല്ലാതാണ് ഈ പണം കൊണ്ട് തീർന്നിട്ടത്. ഇവരറിയാതൊന്നുമല്ല, ഇതിന്റെ പുറയില് വലിയ അഴിമതിയുണ്ട്. രാഷ്ട്രീയക്കാരെ പണവും വാങ്ങി പോക്കറ്റ് ഇട്ടുകൊണ്ട് ചെയ്തേക്കുന്ന ഒരു പണിയായത്. ഇതിനെതിരെ നടപടി വേണം. ഇത് KFC സ്വതന്ത്രമായി തീരുമാനം എടുക്കുന്ന എന്ന് വെച്ചാൽ അത് കണ്ടാ തോന്നും, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം കണ്ടാ തോന്നും ഈ കമ്പനിയും ഗവൺമെന്റിനും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന്. ഗവൺമെന്റ് ഓൺഡ് കമ്പനിയാണ്, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. എന്നിട്ടാ പറയുന്നത് ഇതുമായിട്ട് അതിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാമെന്ന്. കൊള്ളാം, നല്ലതാണ്. ഇതുപോലെ എല്ലാ ഗവൺമെന്റ് കമ്പനികളും സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ഈ പണം മുഴുവൻ വല്ലവരും പുട്ടടിക്കാൻ കൊടുക്കട്ടെ. നല്ലത്.